3 ദിവസത്തോളമായി ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിൻ്റെ വയറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മധുവിൻ്റെ കൊലപാതകം കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്ന പോലെ ഒരു വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിക്കകത്ത് പൂട്ടിയിട്ട് 2-3 ദിവസം ഭക്ഷണമോ ഏതെങ്കിലും തരത്തിലുള്ള പാനീയങ്ങളോ നൽകാതെ അതിക്രൂരമായ ഉത്തരേന്ത്യൻ ക്യാമ്പസിൽ പോലും ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. ഉത്തരേന്ത്യൻ തെരുവുകളിൽ നമ്മൾ കാണുന്നതിന് സമാനമായ ക്രൂരമായൊരു കൊലപാതകമാണ് കേരളത്തിൽ വയനാട് ഈ കൽപ്പറ്റയിലെ പൂക്കാട് വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടന്നിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങൾ ചർച്ചകളിൽ നിരന്തരമായി പറയുന്നുണ്ട് 130 വിദ്യാർത്ഥികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈ അക്രമം നടക്കുന്നത്, ഈ വിദ്യാർത്ഥികൾ കേരളത്തിന് അപമാനമാണ് എന്നൊക്കെ അവതാരകർ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നത്, കേരളീയ സമൂഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഈ കണ്ടുനിന്ന വിദ്യാർത്ഥികളെ കുറ്റപ്പെടുന്നവരല്ല. കാരണം എന്താണ് ഇവർ സാക്ഷി പറഞ്ഞാൽ ക്യാമ്പസിൽ സംഭവിക്കുക എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. SFI എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഇതിന് സാക്ഷി പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സംഭവം പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ തല കൊയ്യും എന്നടക്കം പറഞ്ഞ ഡയലോഗുകൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സ്വകാര്യമായി നമ്മളോട് പറയുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ഭീകരവും ക്രൂരവും, എന്നാൽ കൊലപാതകം ചെയ്തു കഴിഞ്ഞിട്ട് പോലും ഈ അക്രമികളുടെ സ്വഭാവത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, ഞങ്ങൾ ഇനിയും നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ നിങ്ങൾക്കും ഇതേ സാഹചര്യം ഉണ്ടാകും എന്ന രൂപത്തിലേക്കുള്ള ചില പരാമർശങ്ങളാണ് ഈ കൊലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞങ്ങൾ MSFന്റെ സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും 3 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ഈ കേസ് അടിയന്തരമായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് MSF ആവശ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ കേസിന്റെ അന്വേഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടിലേതെങ്കിലും ഒന്നിന് സർക്കാർ തയ്യാറാകണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ട് ഞങ്ങളത് ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഈ കൊലപാതകത്തെ ഒരു ആത്മഹത്യയാക്കി തീർക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ തുടക്കത്തിൽ അതിനുവേണ്ടി ശ്രമം നടത്തിയെന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നു. മാത്രമല്ല, പ്രതികളിൽ ഞങ്ങളിൽ പെട്ടവരാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കുറ്റസമ്മതം നടത്തുന്നിടത്ത് ഈ കേസ് എത്തി നിൽക്കുകയാണ്. ഈ 4 പേർ ഞങ്ങളിൽ പെട്ടവരാണ് എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതിലെ മുഴുവൻ പ്രതികളും, പ്രധാന പ്രതികൾ മുഴുവൻ SFIയുടെ നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്നവരുമാണ് എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രധാന പ്രതിയായ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ആ പ്രധാന പ്രതി അഖിലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സംഘടനാ സ്രോതസ് വെച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത പട്ടാമ്പി കൊപ്പം മേഖലയിൽ ഞങ്ങൾ അന്വേഷിച്ചു. ഇദ്ദേഹം അവിടുത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകനാണ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറുടെ മകനാണ്. അവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിലെ ഒരു ജോലിക്കാരനായിട്ടുള്ള ഒരാളുടെ മകനാണ്. ഇവിടുത്തെ PKS എന്ന് പറയുന്ന CPMന്റെ പോഷക ഘടകത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകനാണ്. ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു പാർട്ടി ഓഫീസിനകത്ത് വെച്ചാണ്. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിനകത്ത് വെച്ചാണ്. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് പാർട്ടി ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തു? ഞങ്ങൾക്ക് വിവരങ്ങൾ പോലീസുമായി ആരാഞ്ഞപ്പോൾ പോലീസ് അതിന് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല, ഫോൺ കട്ട് ചെയ്ത് പോവാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ പോലീസ് വളരെ കൃത്യമായി CPM നേതാക്കന്മാരുടെ മക്കൾ ഉൾപ്പെട്ട ഈ കേസിനകത്ത് അവരെ രക്ഷപ്പെടുത്താൻ, SFI നേതാക്കന്മാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല, അവിടുത്തെ അധ്യാപകർ, ഡീൻ, അവിടുത്തെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഇവരൊന്നും ഇതുവരെ കൃത്യമായി പോലീസിനോടോ പൊതുസമൂഹത്തോടോ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല.